ഹലോ. പിക്സൽ ലേണിന്റെ നമ്മുടെ ഹിസ്റ്ററി JRF ജേർണിയിലേക്ക് ആദ്യം തന്നെ ഐ എം വെൽക്കമിങ് ഓൾ. സോ ഒരു JRF ആസ്പിരന്റിനെ അപേക്ഷിച്ചിടത്തോളം, ഒരു ഹിസ്റ്ററി നെറ്റ് ആസ്പിരന്റിനെ അപേക്ഷിച്ചിടത്തോളം നമുക്കറിയാം മിഡീവൽ പീരീഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ്. സോ അതിൽ നമ്മൾ ഡൽഹി സുൽത്താനേറ്റ്സിനെയും അതേപോലെ തന്നെ മുഗൾ ഡൈനാസ്റ്റിയെയും അവരുടെ എക്കോണമിക് ആൻഡ് പൊളിറ്റിക്കൽ റിഫോംസ്, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ഭാഗമാണ് സുർ ഡൈനാസ്റ്റി. അതായത് സുർ ഡൈനാസ്റ്റിയിൽ നിന്നും അഡ്മിനിസ്ട്രേറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ 15th അല്ലെങ്കിൽ 16th സെഞ്ചുറിയിൽ നമ്മൾ മുഗൾ ഡൈനാസ്റ്റിയുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് വി ക്യാൻ സീ ഒരു 15-year ഗ്യാപ്പ്. ഒരു 15 വർഷത്തോളം മുഗൾ ഡൈനാസ്റ്റിയുടെ ആ ഒരു കണ്ടിന്യൂവേഷന് ഒരു ബ്രേക്ക് വരുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദാറ്റ് 15 years വാസ് ആക്ച്വലി ഓക്യുപ്പൈഡ് ബൈ ദിസ് ഷേർഷാ ആൻഡ് ഹിസ് എംപയർ, സുർ ഡൈനാസ്റ്റി ഓർ സുർ എംപയർ. അപ്പൊ മറ്റ് എംപയർസിൽ നിന്നും അല്ലെങ്കിൽ മറ്റ് ഡൈനാസ്റ്റികളിൽ നിന്നും സുർ ഡൈനാസ്റ്റിയെ തന്നെ വ്യത്യസ്തമാക്കുന്നത് അല്ലെങ്കിൽ ഒരു യുണീക്ക് ആക്കുന്നത് ശേഷാ സൂരിയുടെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള പല റിഫോംസുമാണ്. നമുക്കറിയാം, മുഗൾ എംപറേഴ്സിൽ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയുന്ന ആൾ അക്ബറാണ്. അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ്, അദ്ദേഹത്തിന്റെ റിലീജിയസ് ആയിട്ടുള്ള പല കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ റിലീജിയസ് എക്സ്പെരിമെന്റ്സ്, അങ്ങനെ പല വിധങ്ങളിലും അക്ബർ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു 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 റൂളർ തന്നെയായിരുന്നു. പല മേഖലകളിലും അദ്ദേഹത്തിന് അത്തരത്തിലൊരു ഇന്നോവേഷൻസ് അല്ലെങ്കിൽ ഒരു ഒരു തരത്തിലുള്ള മാറ്റങ്ങൾ, റിഫോംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അക്ബറിന് ഒരു പരിധി വരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഒരു അഫ്ഗാൻ റൂളർ ആയിരുന്നു ഷേർഷാ സുരി. അതായത് സുർ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്ന ഷേർഷാ സുരി എന്ന് പറയുന്നത്. അദ്ദേഹം ബീഹാറിൽ നിന്ന് തുടങ്ങിയാണ് നമ്മളുടെ മെജോറിറ്റി ഓഫ് നോർത്തേൺ പാർട്ട്, അതായത് മുഗൾസിന്റെ ഭാഗമായിരുന്ന പല റീജിയനുകളും കൈക്കലാക്കി ഭരണം 15 വർഷത്തോളം ഭരണം നടത്തുന്നത്. പക്ഷെ നമ്മളിതിൽ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന, നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, ശേഷാ സൂരിയാണ്. അദ്ദേഹത്തിന്റെ ഒരു 5 വർഷമാണ്. ഹി വാസ് എ വെരി ഓൾഡ് മാൻ വെൻ ഹി ഗോട്ട് ദ പവർ. സോ ഹി ഓൺലി റൂൾ ഫോർ 5 years. 5 വർഷമാണ് അദ്ദേഹത്തിന് ഭരിക്കാൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ 5 വർഷം കൊണ്ട് ഹി ഹാഡ് ഡൺ എ ലോട്ട് ഓഫ് തിങ്സ് വിച്ച് ഈസ് ആക്ച്വലി ഇൻസ്പയർഡ് ദ ഫ്യൂച്ചർ ലീഡേഴ്സ് ലൈക്ക് അക്ബർ. നമുക്ക് അക്ബറിനെ തന്നെ എടുത്തു പറയാവുന്നതാണ്. സോ ഇൻ ദ സെഷൻ നമ്മൾ സുർ എംപയറിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിന്റെ ഒരു പൊളിറ്റിക്കൽ ആസ്പെക്ട് അല്ല നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നത്. വി ആർ മെയിൻലി ഡീലിംഗ് വിത്ത് അഡ്മിനിസ്ട്രേഷൻ. ബിക്കോസ് നമ്മൾ നേരത്തെ തുടക്കത്തിൽ തന്നെ പറഞ്ഞതുപോലെ തന്നെ സുർ എംപയറിനെ മറ്റ് അല്ലെങ്കിൽ സുർ ഡൈനാസ്റ്റിയെ മറ്റ് എംപയേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് കിങ്ഡംസിൽ നിന്നോ വളരെ വ്യത്യസ്തമാക്കുന്നത് the way they introduce their administrative reforms, അവർ കൊണ്ടുവന്നിട്ടുള്ള റിഫോംസ് കൊണ്ടാണ്. And as I already mentioned, it actually influenced അക്ബർ. അപ്പോ ആ ഒരു രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എന്തൊക്കെയായിരുന്നു, അദ്ദേഹം എന്തെല്ലാം കാര്യങ്ങൾക്കായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ let us go to the first slide. So Sur Empire, as you know, Humayun ne, it was established by Sher Shah Suri, and he initially known as Farida Khan. അദ്ദേഹം ഫരീദ ഖാൻ എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഒരു സുർ എംപയർ വാസ് ആക്ച്വലി അദ്ദേഹം ഫൗണ്ട് ചെയ്യുന്നത് നമ്മുടെ ബീഹാറിലുള്ള സസാരം ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടാണ്. ആൻഡ് നമ്മൾ അഫ്ഗാൻ റൂളേഴ്സിനെ എടുത്ത് നോക്കുന്ന സമയത്ത്, ഇന്ത്യ ഭരിച്ചിട്ടുള്ള മറ്റ് അഫ്ഗാൻ റൂളേഴ്സിനെ എടുത്ത് നോക്കുന്ന സമയത്ത്, വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ അഫ്ഗാൻ റൂളർ എന്ന് നമുക്ക് എടുത്തു പറയാവുന്നതാണ് ഈ ഒരു സുർ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ശേഷാ സുരി എന്ന് പറയുന്നത്. നമുക്കറിയാം, മുഗൾ റൂളർ ആയിരുന്ന ഹുമയൂണിനെ ബാറ്റിൽ ഓഫ് ചൗസ ആൻഡ് ബാറ്റിൽ ഓഫ് കനൌജിലൂടെ തോൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ഭരണത്തിലേക്ക് ആര് വരുന്നത്, നമ്മുടെ ശേഷാ സൂരി വരുന്നത്. സോ ഹുമയൂൺ 15 വർഷത്തോളം ഹി വാസ് ഔട്ട് ഓഫ് ദ ക്യാൻവാസ്, അല്ലെങ്കിൽ ഒരു ഹിസ്റ്റോറിക് ഭാഗത്ത് നിന്ന് അദ്ദേഹം രക്ഷപ്പെടേണ്ടി വരികയാണ് ഇന്ത്യയിൽ നിന്ന്. സോ this Battle of Chausa and Battle of Kannauj actually opened the door for ഒരു സുർ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിലേക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂ ആണ് ഈ രണ്ട് ബാറ്റിൽസ് ആക്ച്വലി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആസ് ഐ ഓൾറെഡി മെൻഷൻ, ഐ എം നോട്ട് ഗോയിങ് ഡീപ്പ് ഇൻ ടു ദ പൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ആൻഡ്
genealogy or chronology of the rulers. നമ്മൾ പ്രധാനമായിട്ടും അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും ഡീൽ ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് ഈവൻ ദോ പ്രധാനപ്പെട്ട റൂളേഴ്സ് എന്ന് പറയുന്നത് സുർ എംപയറിലുള്ളത് ശേഷാസുരിയും ഇസ്ലാം ഷാസുരിയും ഫിറൂസ് ഷാസുരി, അങ്ങനെ അവസാനത്തിൽ വരുന്ന ആദിൽ ഷാസുരി മാത്രം വരെയാണ്. സോ ഇതിൽ കുറച്ചുകൂടി വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ട് അല്ലെങ്കിൽ വലിയ ഇമ്പാക്ട്ഫുൾ ആയിട്ട് ഒരു കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് സുർ എംപറേഴ്സ് തന്നെയാണ്, അതായത് ഷേർഷാസുരിയും ഇസ്ലാം ഷാസുരിയും. ഹി വാസ് ദ സൺ ഓഫ് ഷേർഷാസുരി. സോ പിന്നീട് വരുന്ന ആളുകളൊക്കെ വി ക്യാൻ സീ ദാറ്റ് ദേ വെർ വെരി വീക്ക് ബിക്കോസ് ഹുമയൂൺ സുർ എംപയറിൽ നിന്നും അല്ലെങ്കിൽ സുർ റൂളേഴ്സിൽ നിന്നും തന്റെ പ്രദേശങ്ങൾ റീക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതോടുകൂടി ബാക്കി വരുന്ന റൂളേഴ്സ് എല്ലാം തന്നെ വളരെ വീക്കാണ്. So, when we go directly into the administration of the Sur Empire, നമുക്കറിയാം ശേഷാസുരി, he was very old man when he got the power. So, അദ്ദേഹത്തിന് വെറും 5 വർഷം മാത്രമാണ് ആക്ച്വലി ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ 5 വർഷം കൊണ്ട് he had made a lot of reforms and which actually inspired the future rulers. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് നമ്മൾ കൂടുതലായിട്ടും കിട്ടാൻ നമ്മൾ റിലേ ചെയ്യുന്ന ഒരു ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ് വാസ് റിട്ടൺ ബൈ അബ്ബാസ് ഖാൻ ഷർവാനി. അദ്ദേഹത്തിന്റെ താരിഖി ഷേർഷാഹി എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകമാണ്. ആൻഡ് ഈ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് യു ഷുഡ് ഫോളോ ദ ബുക്സ് ആൻഡ് ഓഥേഴ്സ്. പലപ്പോഴും ബുക്സ് ആൻഡ് ഓഥേഴ്സിനെ കുറിച്ചിട്ട് വളരെ വലിയ രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. അപ്പോൾ ഈ അഡ്മിനിസ്ട്രേഷൻ, ശേഷാസുരിയുടെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ട് നമുക്കൊരു പ്രൈമറി അക്കൗണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഈ ഒരു താരിഖി ഷേർഷാഹിയാണ്. അതേപോലെ തന്നെ കെ ആർ കനുങ്കോ എഴുതിയിട്ടുള്ള ഷേർഷാ ആൻഡ് ഹിസ് ടൈംസ് എന്ന് പറയുന്ന പുസ്തകവും നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഒരു ഫ്രെയിം വർക്കിനെ കുറിച്ച് മനസ്സിലാക്കാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അക്കോർഡിംഗ് ടു കനുങ്കോ ഹി വാസ് സേയിങ് ദാറ്റ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും എന്താ പറയാ വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ ആൻഡ് ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി ലീഡർ ഫ്രം അഫ്ഗാൻ, ഒരു അഫ്ഗാൻ പാരമ്പര്യത്തിൽ നിന്ന് വരുന്ന വളരെ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു റൂളർ ആൻഡ് അഡ്മിനിസ്ട്രേറ്റർ ആണ് ഷേർഷാ എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറയുന്നത്. സോ അദ്ദേഹം 5 വർഷം മാത്രമേ ഭരിച്ചിട്ടുണ്ടായിരുന്നു എങ്കിലും അദ്ദേഹം ഭരണത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഹി ആക്ച്വലി മെയ്ഡ് എ ഗ്രേറ്റ് സ്റ്റഡി അബൌട്ട് ഇന്ത്യ. അപ്പം അല്ലെങ്കിൽ അദ്ദേഹം ഭരിക്കാൻ പോകുന്ന ഒരു ഏരിയനെ കുറിച്ച്, അവിടെയുള്ള ആളുകളെ കുറിച്ച്, അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ച്, അല്ലെങ്കിൽ അവിടെ അതുവരെ ഉണ്ടായിരുന്ന ഒരു റൂളിംഗ് മെത്തേഡിനെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടായിരിക്കും വിത്തിൻ 5 years ഹി ക്യാൻ ഡു ദാറ്റ് മച്ച് റിഫോംസ്, അല്ലെങ്കിൽ വളരെ ബ്രേക്ക് ത്രൂ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാകുക. അപ്പോൾ നമ്മൾ ഡയറക്ട്ലി അദ്ദേഹത്തിന്റെ അഡ്മിനിസ്ട്രേഷനിലോട്ട് പോവാണ്. സോ ദ ഫസ്റ്റ് വൺ വാസ് ലോ ആൻഡ് ഓർഡർ അഡ്മിനിസ്ട്രേഷൻ. സോ അദ്ദേഹത്തിനെ അപേക്ഷിച്ചോളം, ഷേർഷാസുരിനെ അപേക്ഷിച്ചിടത്തോളം ഹി വാണ്ടഡ് എ പീസ്ഫുൾ എംപയർ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ട്രേഡ് നന്നായിട്ട് ഫ്ലറിഷ് ആവണം എന്നുണ്ടെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്കായിട്ട് ഒരുപാട് റിഫോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റൂളറാണ് ശേഷാസുരി എന്ന് പറയുന്നത്. സോ ഏത് തരത്തിലുള്ള ഡെവലപ്മെന്റ്സും ഫ്ലറിഷ്മെന്റ്സും വേണമെന്നുണ്ടെങ്കിലും അവിടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ലോ ആൻഡ് ഓർഡർ വേണമെന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയോളജി ആക്ച്വലി ഹി വാസ് ഹാവിങ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് തന്നെ ചെയ്യേണ്ടി വന്നിരുന്നത് ശേഷാസുരി വാസ് ആക്ച്വലി ടേക്ക് കൺട്രോൾ ഓവർ ദ ജമീന്ദാസ് ആൻഡ് ലോക്കൽ ചീഫ്സ്. ബിക്കോസ് ആ ഒരു സമയത്ത് ഹുമയൂൺ വീക്കായി വരികയാണ്. ഇത്തരത്തിലുള്ള ബാറ്റിൽ ഓഫ് ചൗസയും മറ്റ് ബാറ്റിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തില് വലിയ രീതിയിലുള്ള ഒരു ലോ ആൻഡ് ഓർഡർ ഒരു ഡിസ്റ്റർബൻസ് ആ ഒരു സൊസൈറ്റിയിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ജമീന്ദാസ് ആൻഡ് ലോക്കൽ ചീഫ്സ് ആയിരുന്നു. പല സമയങ്ങളിലും നമുക്ക് ഈ ജമീന്ദാസ് തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു റിബല്യനിലേക്ക് ഇറങ്ങുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ബാൻഡിട്രീനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ശേഷാസുരി ചെയ്യുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ജമീന്ദാസിനെയും ലോക്കൽ ചീഫ്സിനെയും കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുടെ ബാൻഡിട്രിയും അതേപോലെ തന്നെ റിബല്യനും ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിന് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഏരിയയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വില്ലേജിൽ നടക്കുന്ന ക്രൈംസ് എന്ന് പറയുന്നത് അതിന്റെ റെസ്പോൺസിബിലിറ്റി, അതിന്റെ ഒരു സോൾ റെസ്പോൺസിബിലിറ്റി ആ വില്ലേജിന്റെ ഹെഡ്മാൻസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ വെൻ ഇറ്റ് ഗിവ് ടു ദ വില്ലേജ് ഹെഡ്മാൻ, when a crime happens, that
അതിനെ ആ ഒരു ക്രൈം നടന്നത് അല്ലെങ്കിൽ നടത്തിയത് ആരാണ്, ക്രിമിനൽ ആരാണ്, ആ ക്രൈമിന്റെ പണിഷ്മെന്റ് എന്താണ്, അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു സോൾ റെസ്പോൺസിബിലിറ്റി വില്ലേജ് ഹെഡ്മാന് കൊടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആൻഡ് ദ വില്ലേജ് ഹെഡ്മാൻ ഇസ് നോൺ എസ് മുഖദ്ദംസ്. സോ അപ്പൊ അദ്ദേഹം, ഈ ശേഷാ സൂര്യയുടെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്, ഹി വാണ്ടഡ് ടു മേക്ക് എ സേഫ് റോഡ്. അതായത് ട്രേഡ് നടക്കണമെങ്കിലും കാരവൻസ് വളരെ ഈസി ആയിട്ട് കടന്നു പോകണമെന്നുണ്ടെങ്കിലും അവർക്ക് പേടിയില്ലാണ്ട് പോകണം. ഒരു തെഫ്റ്റോ അല്ലെങ്കിൽ ഒരു റോബറിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പേടിക്കാണ്ട് പോയാലേ ഒരു ട്രേഡ് ഫ്ലറിഷ് ആയാലേ ആ ഒരു സൊസൈറ്റിയിൽ ആ ഒരു എക്കോണമി നന്നാവുള്ളൂ എന്നുള്ള കാര്യം ശേഷാ സൂര്യക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സേഫ് റോഡ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഇനീഷ്യൽ ഉദ്ദേശത്തിലേക്ക് അദ്ദേഹം വരുന്നതും മുഖദ്ദംസിനെ അല്ലെങ്കിൽ മറ്റൊരു ജമീന്ദാസിന് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതും. അതുപോലെ തന്നെ അദ്ദേഹം ഒരുപാട് സ്പൈസ് അല്ലെങ്കിൽ ഇന്റലിജൻസ് ഡിപ്പാർട്ട്മെന്റ്സ് ആൻഡ് പോലീസിങ് അത്തരത്തിലുള്ള ഒരു 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 സേനയെ തന്നെ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു രീതിയിലൂടെ ഹി കുഡ് ടു എൻ എക്സ്റ്റെന്റ് ആ ഒരു ഇന്റേണൽ സെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ആ ഒരു എംപയറിൽ മൊത്തത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനും വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പല പുസ്തകങ്ങളിലും ശേഷാസുരിയുടെ ആ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് എക്സലൻസിനെ കാണിക്കുന്ന പല പുസ്തകങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈവൻ ഒരു ഓൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ഫ്രം ഹെഡ് ടു ടോ സ്വർണം ധരിച്ചു കഴിഞ്ഞാലും, കൈ നിറച്ച് ബാസ്ക്കറ്റായി അല്ലെങ്കിൽ കൈ നിറച്ച് ഫ്രൂട്ടായിട്ട് ഒരു റോഡിലൂടെ നടന്നു പോയി കഴിഞ്ഞാലും ഷീ ക്യാൻ സേഫ്ലി വാക്ക്. ഷീ ഡസൻ വാണ്ടഡ് ടു കെയർ അബൌട്ട് തെഫ്റ്റ് ഓർ റോബറി എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പ്രായമോ അല്ലെങ്കിൽ സ്വത്തോ അല്ലെങ്കിൽ കയ്യിലുള്ള സാധനങ്ങളൊന്നും പേടിക്കാണ്ട് തന്നെ വളരെ ഫ്രീ ആയിട്ട് നടക്കാം എന്നാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അദ്ദേഹത്തിന്റെ മറ്റൊരു റിഫോംസ് നമുക്ക് കാണാൻ പറ്റുന്നത് റോഡ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റോഡ് സേഫ് ആക്കുക എന്ന് മാത്രമല്ല, ഡെക്കോയിറ്റ്സ് അല്ലെങ്കിൽ ഒരു ബാൻഡിറ്ററിയിൽ നിന്ന് അത് സേഫ് ആക്കുക മാത്രമല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വളരെ നല്ല രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മളുടെ ശേഷ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആദ്യത്തെ ഭാഗമായിട്ട് അദ്ദേഹം ചെയ്യുന്ന ഒരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹി ബിൽഡ് ലോട്ട് ഓഫ് ഹൈവേസ്. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. അത് ഇൻഡസ് മുതൽ ബംഗാൾ വരെ അത്രയും ലോങ്സ്റ്റ് ആയിട്ടുള്ള ഒരു റോഡ് അദ്ദേഹം കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് നോക്കി, ആഗ്രയിൽ നിന്ന് ജോധ്പൂരിലേക്കും ചിറ്റൂരിലേക്കും അദ്ദേഹം റോഡുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ലാഹോറിൽ നിന്ന് മുൽത്താനിലേക്ക്, ആഗ്രയിൽ നിന്ന് ബുർഹാൻപൂരിലേക്ക്. അപ്പൊ ഇത്തരത്തില് വലിയ രീതിയിലുള്ള ഒരു റോഡ് കൺസ്ട്രക്ഷൻ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടക്കുന്നതായിട്ട്, അല്ലെങ്കിൽ സുർ ഡൈനാസ്റ്റിയിൽ നമുക്ക് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു റോഡിലൂടെ ട്രാവൽ ചെയ്യുന്ന ട്രേഡേഴ്സിനും മറ്റാളുകൾക്കും ഒക്കെ സെറായിസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇൻസ്, നമ്മൾ റെസ്റ്റ് ഹൗസസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെറായിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡാണെങ്കിൽ അതിന്റെ ഒരു റെഗുലർ ഇന്റർവെൽസിൽ നമുക്ക് ഈ സെറായിസിനെ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഒരു 4 മൈൽസ്, ഓരോ 4 മൈൽസിന്റെ ഡിസ്റ്റൻസിലും നമുക്ക് ഓരോ സെറായിനെ കാണാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ ഒരു റോഡ്സിലുടനീളം ഏകദേശം 1700ഓളം സെറായിസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഈ സെറായിസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, they actually work as a inns or rest houses. അപ്പം അവിടെ നിങ്ങൾക്ക് വിശ്രമിക്കാം. യു ക്യാൻ ഹാവ് യു ക്യാൻ കുക്ക് ഫുഡ്, നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാം. അപ്പോൾ ഈ ഹിന്ദുസ് ആൻഡ് മുസ്ലിംസിനൊക്കെ ഒരു സെപ്പറേറ്റ് അറേഞ്ച്മെന്റ് തന്നെയായിരുന്നു ആക്ച്വലി നമ്മുടെ സുർ എംപയറിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ പലപ്പോഴും ദേ ഹാവ് ചോയ്സ് ടു മേക്ക് ദെയർ ഓൺ ഫുഡ്. അവർക്ക് തന്നെ ഫുഡ് കുക്ക് ചെയ്യാം. ഇനി അതല്ല, റോ സപ്ലിമെന്റ് ആയിട്ട് ഫുഡ് ഐറ്റംസ്, സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് കാസ്റ്റ് അലിഗേഷൻസ് ഉള്ള ആളുകൾക്ക് അവരുടെ രീതിയിൽ കുക്ക് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ളൊരു ഫുള്ളി കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു തരത്തിലുള്ള ഒരു സിസ്റ്റം ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഫുഡും വാട്ടറും ലോഡ്ജിങ്ങും, നിങ്ങൾക്ക് അവിടെ താമസിക്കാം. ആൻഡ് പലപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു സെറായിസിന് ചുറ്റുമായിട്ട് വി ക്യാൻ സീ എ ലോട്ട് ഓഫ് മണ്ടീസ്. മണ്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റുകൾ. ഈ മാർക്കറ്റുകൾ ഡെവലപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതിനും അദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ശേഷം മാത്രമല്ല, അതിനുശേഷം വരുന്ന റൂളേഴ്സും ഈ ഒരു കൺസെപ്റ്റിന്, സെറായിസിന് ചുറ്റുമായിട്ട് ഒരു മണ്ടി ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ഉണ്ടായി വരുന്ന ഒരു കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നു. അതേപോലെ തന്നെ ഈ സെറായിസുകളെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു പോസ്റ്റൽ സിസ്റ്റം, ഒരു ഹോഴ്സ് റിലീസ്, ഇതൊക്കെ അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അതിനേക്കാളും കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ വി ക്യാൻ സീ ഡ്യൂറിങ് ദിസ് ഷേർഷാസ് എംപയർ. മറ്റൊന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം റവന്യൂ റിഫോംസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റിഫോം ആണ് റവന്യൂ മേഖലയിൽ ശേഷാ സൂരി നടത്തിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നമുക്കറിയാം, അലാവുദ്ദീൻ ഖിൽജിയുടെ, ഡൽഹി സുൽത്താനേറ്റിലെ റൂളറായിരുന്ന അലാവുദ്ദീൻ ഖിൽജിയുടെ കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള ബ്രേക്ക് ത്രൂസ് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ശേഷാന്റെ സമയത്ത് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് ജപ്തി സിസ്റ്റം. ജപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ബേസിക്കലി എ സിസ്റ്റമാറ്റിക് ലാൻഡ് മെഷർമെന്റ്. ലാൻഡിനെ മെഷർ ചെയ്തിട്ട് നമ്മൾ റവന്യൂസിനെ
റവന്യൂസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. അതാണ്. അപ്പൊ അത് മുന്നേ വരെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു ക്രോപ്പ് ഷെയറിങ്, അല്ലെങ്കിൽ ഒരു നമുക്ക് ഏത് രീതിയിൽ പറയാം, അല്ലെങ്കിൽ ഒരു ഏകദേശ കണക്കിൽ ചെയ്യാന്നുള്ളതാണ്. അപ്പാർട്ട് ഫ്രം അലാവുദ്ദീൻ ഖിൽജി, ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഒരു ക്രോപ്പ് ഷെയറിങ് അല്ലെങ്കിൽ ഒരു എസ്റ്റിമേഷന്റെ ബേസിസിലാണ് നമ്മൾ ബേസിക്കലി അതിന് മുന്നേ വരെ ഉണ്ടായിരുന്നത്. അപ്പൊ അതിൽ നിന്ന് മാറി അദ്ദേഹം ലാൻഡ് മെഷർ ചെയ്യാൻ വേണ്ടി തുടങ്ങി. ലാൻഡ് മെഷർ ചെയ്തതിനു ശേഷം ആ ലാൻഡിനെ അദ്ദേഹം 3 കാറ്റഗറീസ് ആക്കിയിട്ട് മാറ്റി: ഗുഡ്, മിഡ്ലിംഗ് ആൻഡ് ബാഡ്. അതായത് നല്ല പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ഉണ്ടാവുന്നതും ഏകദേശം ഉണ്ടാവുന്നതും വളരെ മോശമായിട്ട് ഉണ്ടാവുന്നതും. എന്നിട്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം റവന്യൂ ഫിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ ഒരു സ്റ്റേറ്റ് ഫിക്സ് ചെയ്യുന്ന ഒരു റവന്യൂ എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബേസിക്കലി 1/3 ഓഫ് ദ ആവറേജ് പ്രൊഡ്യൂസ്. ഓരോ കാറ്റഗറീസ് ഓഫ് ലാൻഡ്സിലും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസിന്റെ ഒരു 1/3 ആണ്, ആവറേജിന്റെ 1/3 ആണ് അവർ സ്റ്റേറ്റിനേക്ക് ആവശ്യമായിട്ടുള്ള ഒരു റവന്യൂ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ റേറ്റ്സിന് നമ്മൾ റേ എന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ റേറ്റ്സ് പിന്നീട് അവർ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. അതായത് ഓരോ ഏരിയയിലുള്ള മെഷർമെന്റ് മെത്തേഡ്സ് ഒക്കെ വെച്ചിട്ട് അതിനെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യും. റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് ദേ ക്യാൻ പേ ദ ടാക്സ്. ആൻഡ് ശേഷാസുരി ഹി ആക്ച്വലി ആളുകളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ക്യാൻ ഗിവ് മീ ദ ടാക്സ് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് ഓർ കൈൻഡ്. നിങ്ങൾക്ക് സാധനമായിട്ടും എനിക്ക് തരാം, ക്യാഷ് ആയിട്ടും എനിക്ക് തരാം, പക്ഷെ ഐ വുഡ് പ്രിഫർ ക്യാഷ്. അതായിരിക്കും ഞാൻ കുറച്ചുകൂടി പ്രിഫർ ചെയ്യാം. ആൻഡ് അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു കാര്യം പട്ടാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പെസൻസും എത്രത്തോളം ടാക്സ് കൊടുക്കണം എന്നുള്ളതിനെ വ്യക്തമായിട്ട് കൊടുക്കുന്ന ഒരു റിട്ടേൺ ഡോക്യുമെന്റിനെയാണ് നമ്മൾ ഇന്നത്തെ പട്ടയം എന്നൊക്കെ പറയാം, മേ ബി പട്ട എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പം അദ്ദേഹം ഈ പെസൻസിന് ഈ പട്ട എന്ന് പറയുന്ന റിട്ടേൺ ഡോക്യുമെന്റ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ കൾട്ടിവേറ്റേഴ്സിനും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹി വാസ് ഓൾസോ എ കൺസിഡറേറ്റ് പേഴ്സൺ. കാരണം എന്തെങ്കിലും ഫമൈൻസ്, ഇപ്പം ഈ ഒരു ലാൻഡ് മെഷർമെന്റ് എന്ന് പറയുന്നത് ഹി കണ്ടക്ടഡ് എവറി ഇയർ, ഓരോ വർഷവും അദ്ദേഹം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ഓരോ വർഷം നടത്തുന്ന സമയത്ത് ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് വാട്ട് ഇസ് ദ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഒരു 10 വർഷം കൂടുന്ന സമയത്തൊന്നല്ല അദ്ദേഹം നടത്തുക. സോ എന്തെങ്കിലും ഫമൈൻസ് ഉണ്ടായി കഴിഞ്ഞാലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലോ ഹി ഓൾസോ ഗിവ് സ്മോൾ സെസസ് ഫോർ ഫമൈൻ റിലീഫ്. അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഈ ജമീന്ദാസ് പോലെയുള്ള മറ്റ് ഒഫീഷ്യൽസ്, ഇന്റർമീഡിയറ്റ് ഒഫീഷ്യൽസ് കൊണ്ട് ഒരുപാട് ഇല്ലീഗൽ എക്സാക്ഷൻസ് നടക്കുന്നുണ്ട്. അതായത് ഒരിക്കലും ശേഷാസുരി സാധാരണ ജനങ്ങളുടെ മുകളിൽ അല്ലെങ്കിൽ സാധാരണ പെസൻസിന്റെ മുകളിൽ കൂടുതലായിട്ടൊരു ബേർഡൻ കൊടുക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇല്ലീഗൽ എക്സാക്ഷൻ ബൈ ദ ഇന്റർമീഡിയറീസ് ലൈക്ക് ജമീന്ദാസ് എന്ന് പറയുന്നതൊക്കെ കംപ്ലീറ്റ്ലി അദ്ദേഹം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതിനായിട്ട് ഓഫീസേഴ്സിനെയും മറ്റും അദ്ദേഹം വെക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പൊ ഒരു പരിധി വരെ ഈ റവന്യൂ എക്സ്പ്ലോയിറ്റേഷനും അതുപോലെ തന്നെ ആളുകൾക്കിടയിൽ ഒരു ട്രാൻസ്പാരൻസിയും ജനങ്ങളുമായിട്ടൊരു കൾട്ടിവേറ്റേഴ്സ് അല്ലെങ്കിൽ പെസൻസുമായിട്ട് ഒരു ഡയറക്റ്റ് റിലേഷനും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ആൻഡ് അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു റിഫോം നോക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുത്തു പറയുന്നതാണ് കറൻസി റിഫോംസ് എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന റുപ്യ എന്ന് പറയുന്ന ഒരു ടേം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ഒരു ട്രൈ മെറ്റാലിക് കറൻസി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, അതായത് നമ്മൾ മെറ്റൽസിനെ നമ്മൾ ഗോൾഡ് ആൻഡ് കോപ്പർ ആൻഡ് സിൽവർ ഇതിൽ കാണുന്ന ഒരു ട്രൈ മെറ്റാലിക് കറൻസി സിസ്റ്റം, അത് നമ്മൾ കൂടുതലായിട്ട് കാണുന്നത് മുഗൾ പീരീഡിലാണ്. പക്ഷെ ഈ മുഗൾ പീരീഡിന് അല്ലെങ്കിൽ ഈ ഒരു മുഗൾ പീരീഡിൽ ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കറൻസി സിസ്റ്റം കൂടുതലായിട്ട് കൊണ്ടുവരാനുള്ള കാരണം ശേഷാസുരി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തതുകൊണ്ടാണ്. സോ ഈ ട്രൈമെറ്റാലിക് സിസ്റ്റം എന്ന് പറയുന്നത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് നമ്മുടെ ശേഷാസുരിയാണ് ഇൻ സുർ എംപയർ. ആൻഡ് അദ്ദേഹം പ്രധാനമായിട്ട് 3 ടൈപ്പ് ഓഫ് കോയിൻസ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് റുപ്യ, മറ്റൊന്ന് മൊഹർ, മറ്റൊന്ന് ദം. ഈ റുപ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിൽവർ കോയിൻ. അതൊരു സ്റ്റാൻഡേർഡ് കോയിൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗോൾഡ് കോയിനെ നമ്മൾ മൊഹർ എന്നാണ് വെച്ചത്, മഹർ എന്നുള്ള അർത്ഥത്തിൽ. ആൻഡ് കോപ്പറിനെ നമ്മൾ ദാം എന്നാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സിൽവർ റുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 റുപ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ബേസിക്കലി ഈക്വൽ ടു 178 ഗ്രെയിൻസ് വെയിറ്റ്, അല്ലെങ്കിൽ വെയിറ്റ് ഓഫ് 178 ഗ്രെയിൻസ് ആണ്. അതേപോലെ തന്നെ മൊഹർ എന്ന് പറയുന്നത് 169 ഗ്രെയിൻസ് വെയിറ്റ് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ദാം ഇസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ. അപ്പോൾ ഇത്തരത്തിൽ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്തതോടുകൂടി ആ ഒരു എക്കോണമിയിൽ അല്ലെങ്കിൽ ആ ഒരു എംപയറിൽ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള വെയിറ്റ് ആൻഡ് മെഷേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റിയിട്ടുണ്ട്? ശേഷാസുരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ കറൻസി സിസ്റ്റവും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ട്രേഡ്
നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഹി നോ ദാറ്റ് ട്രേഡ് ഇസ് കൈൻഡ് ഓഫ് എ ബാക്ക് ബോൺ ഫോർ എൻ എക്കോണമി. സോ അദ്ദേഹം പലതരത്തിലുമുള്ള കസ്റ്റംസ് ഡ്യൂട്ടീസ് അദ്ദേഹം കുറയ്ക്കുന്നുണ്ട്, റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ആ, ഒരു ഒരു സാധനം, വിൽക്കാനുള്ള ഒരു സാധനം നമ്മൾ പുറത്തുനിന്ന് വരുന്ന സമയത്ത് വെൻ ഇറ്റ് കംസ് ഫ്രം ഔട്ട്സൈഡ് ഓഫ് ഹിസ് ടെറിറ്ററി, അദ്ദേഹം രണ്ട് തരത്തിലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അദ്ദേഹം അവർക്ക് കൊടുക്കേണ്ടി വന്നിട്ടുള്ളൂ. അതായത് ഒന്ന് പ്രോഡക്റ്റ് എൻറ്റർ ചെയ്യുന്ന സമയത്തും, അതായത് സോർ എംപയറിന്റെ ഡൈനാസ്റ്റിക് അല്ലെങ്കിൽ ഒരു ടെറിട്ടോറിയൽ ഏരിയയിലേക്ക് എൻറ്റർ ചെയ്യുന്ന സമയത്തും ഒരു എൻട്രി ടൈമിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഡ്യൂട്ടിയും, അതേപോലെ അത് സെയിൽ ചെയ്യുന്ന സമയത്തും. അതല്ലാണ്ട് വേറൊരു തരത്തിലുള്ള ആ, എന്ത് കാണാൻ വേണ്ടി പറ്റുന്നില്ല, കസ്റ്റംസ് ഡ്യൂട്ടി കാണാൻ പറ്റുന്നില്ല. സോ പലതരത്തിലുമുള്ള കസ്റ്റം ഡ്യൂട്ടീസ് അദ്ദേഹം റിഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലൂടെ ആ, പല നമുക്ക് ട്രേഡിനെ വലിയ രീതിയിൽ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശേഷാസുരി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിലിറ്ററി റിഫോംസിൽ നമുക്കറിയാം, ഈ ധാഗൻ ചെഹ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഡൽഹി സുൽത്താനേറ്റ്സ്. അപ്പോൾ ഈ ഒരു ധാഗൻ ചെഹ്റ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇടയ്ക്ക് വെച്ച് ദ റൂളേഴ്സ് ഹാവ് ഡ്രോപ്ഡ്. അപ്പൊ അത് റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ശേഷാസുരിയാണ്. നിങ്ങൾക്കറിയാം, ധാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിലിറ്ററിയിലുള്ള ഹോഴ്സസിനെ ബ്രാൻഡ് ചെയ്യുന്നതാണ്. പലപ്പോഴും ഈ ഹോഴ്സസ്, മോശമായിട്ടുള്ള ഹോഴ്സസിനെ മിലിറ്ററിയിലേക്ക് യൂസ് ചെയ്യുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് ഹോഴ്സസിനെ ബ്രാൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചെഹ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾജിയേഴ്സിന് ഒരു ഡിസ്ക്രിപ്റ്റീവ്, സോൾജിയേഴ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു ഡിസ്ക്രിപ്റ്റീവ് റോൾ കൊടുക്കുന്നതിനാണ് ചെഹ്റ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഹി നെവർ എവർ ഒരു ഒരു ഒരാളെ പോലും അദ്ദേഹം വിട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത് ശേഷാസുരി. ഹി ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ദ ചെഹ്റ സിസ്റ്റം ടു സ്ലേവ്സിന് വരെ, അടിമകൾക്ക് വരെ ഈ ചെഹ്റ സിസ്റ്റം വേണമെന്നായിരുന്നു, അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്റ്റീവ് റോൾ വേണമെന്നായിരുന്നു ശേഷാസുരി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഹി ഓൾസോ മെയിൻറ്റെയിൻഡ് എ ലാർജ് സ്റ്റാൻഡിങ് ആർമി. ഒരു സ്റ്റാൻഡിങ് ആർമീനെ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. ആൻഡ് ഈ ആർമിയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾക്കെല്ലാം തന്നെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ശേഷാസുരിയാണെന്ന് നമുക്ക് താരിഖി ശേഷാഹി വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. പേഴ്സണലി അദ്ദേഹം റിക്രൂട്ട്മെന്റ് സൂപ്പർവൈസ് ചെയ്യുകയും പേഴ്സണലി ഇന്റർവ്യൂ ചെയ്യുകയും അതിന്റെ പേയ്മെന്റുകളെല്ലാം തന്നെ അദ്ദേഹം തന്നെ സെറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക്. അതേപോലെ തന്നെ സോൾജേഴ്സിനെല്ലാം തന്നെ ലാൻഡ് അസൈൻമെന്റ്സ് ആയിട്ടാണ് പലപ്പോഴും അവരുടെ പേയ്മെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്, ഇഖ്ത സിസ്റ്റം. അത് നമുക്കിപ്പോൾ സറായിസിലും കാണാൻ പറ്റും. അതായത് നമ്മൾ സറായിസിൽ പറയാൻ വിട്ടുപോയിട്ടൊരു കാര്യമാണ്, സറായിസ് പലപ്പോഴും നോക്കി നടത്തിയിട്ടുണ്ടായിരുന്നത് ഷഹന ആണ്. അതായത് ഷഹന എന്ന് പറയുന്ന ഒരു ഒഫീഷ്യൽസ് ഉണ്ടാവും. ഈ സറായിസിന്റെ കേസിൽ ഈ പലപ്പോഴും മെർച്ചൻസ് ആയിരിക്കും വരിക. ഈ മെർച്ചൻസിന്റെ കയ്യിൽ കുറെ ഗുഡ്സും സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനൊന്നും തെഫ്റ്റ് നടക്കാണ്ടിരിക്കാൻ ഈ മെർച്ചൻസിന്റെ ഗുഡ്സിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷഹനാസിന്റെ പ്രധാനപ്പെട്ട ഒരു ജോലി എന്ന് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഈ ഷഹനാസിന് സറായിസിന്റെ തൊട്ടടുത്ത ഏരിയാസിൽ തന്നെയായിട്ട് ലാൻഡ് കൊടുക്കും. അവരുടെ എക്സ്പെൻസസിനുള്ള ചെലവുകൾ അല്ലെങ്കിൽ അവരുടെ എക്സ്പെൻസസ് തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും ആ ലാൻഡ് കൊടുക്കുക. ദാറ്റ് വി നോ ദ ഇഖ്ത സിസ്റ്റം. അപ്പൊ ആ ഇഖ്ത സിസ്റ്റം ശേഷാസുരിയുടെ കാലഘട്ടത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നത് പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത്. സോ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ കുറച്ചുകൂടി ഈസി ആവാൻ, അഡ്മിനിസ്ട്രേഷൻ കുറച്ചുകൂടി ഈസി ആവാൻ ഹി ആക്ച്വലി ഡിവൈഡഡ് ദ എംപയർ. പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ഡിവിഷനാണ് ലേറ്റർ ടൈംസിൽ മുഗൾ പീരീഡിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരു പരിധി വരെ. സർക്കാർ, പർഗാന, വില്ലേജസ്. സർക്കാർസ് എന്ന് പറയുമ്പോൾ പ്രൊവിൻസസ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് എന്നുള്ള അർത്ഥത്തിലേക്കാണ് വരുന്നത്. ആൻഡ് ഓരോ ഏരിയയിലും ഓരോ ഡിവിഷൻസിലും വി കൻ സീ ദ ഒഫീഷ്യൽസ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒഫീഷ്യൽസ് ആണ് ഷിഖ്താർ. ഷിഖ്താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അമീർ ആൻഡ് മുൻസിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റവന്യൂ കാര്യങ്ങൾ നോക്കുന്ന ആളാണ്. ഖാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ് നോക്കുന്ന ആളാണ്. ആൻഡ് പത്വാരി ആൻഡ് മുഖദ്ദം അവർ കുറച്ചുകൂടി വില്ലേജ് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ഈ ഒരു ഒഫീഷ്യൽ സിസ്റ്റം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു റൂളർ ഒരു ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ കൂടുതൽ നിൽക്കുന്ന സമയത്ത് ദർ ഇസ് എ ചാൻസ് ഓഫ് കറപ്ഷൻ. അപ്പൊ അത്തരത്തിൽ കറപ്ഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രീക്വന്റ്ലി ഈ ഒഫീഷ്യൽസിനെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ആൻഡ് ഹി ഓൾസോ ഗേവ് ഇമ്പോർട്ടൻസ് ടു ജസ്റ്റിസ് ആൻഡ് വെൽഫെയർ. സോ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒരു സൊസൈറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ എംപയറിൽ ഒരു സമാധാനം കൊണ്ടുവരിക എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വലിയ ഉദ്ദേശമായിരുന്നു. ബിക്കോസ് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ മാത്രമേ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം, എന്നുള്ളൊരു അറിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. സോ അദ്ദേഹം ഈ ഒരു ജസ്റ്റിസിന് വളരെ ഇമ്പോർട്ടൻസ്
കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പണിഷ്മെന്റ്സ് നടത്തുന്ന സമയത്ത് നോബിൾസ് ആണോ അല്ലെങ്കിൽ ജമീന്ദാസ് ആണോ എന്നുള്ള ഒരു ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പലപ്പോഴും ഈ നമ്മൾ തുടക്കത്തിൽ റോഡ്സിന്റെ സേഫ്റ്റിന്റെ കേസ് പറയുന്ന സമയത്ത് ജമീന്ദാസ് ദംസെൽസ് ലൈക്ക് ചില ഝട്ടിലൊക്കെ അവർ ദംസെൽസ് ആ ഒരു ഡെക്കോയ്റ്റ്സിൽ അല്ലെങ്കിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെയൊക്കെ വലിയ രീതിയിൽ തന്നെ അവർ പണിഷ്മെന്റ് നടത്തിയിട്ടുണ്ട്. പലപ്പോഴും പറയുന്ന ഒരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്തെങ്കിലും ഒരു ഏരിയയിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ എന്തെങ്കിലും ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ ആ ക്രൈം നടത്തിയ ക്രിമിനലിനെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ആ ഏരിയയിലുള്ള വില്ലേജ് ഹെഡ്മാൻ്റെ അല്ലെങ്കിൽ മുഖദ്ദംസിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സോ ഇൻ കേസ് ഇഫ് ദ മുഖദ്ദം ഫെയിൽ, ദറ്റ് വില്ലേജ് ഹെഡ്മാൻ ഫെയിൽസ് ടു ഗെറ്റ് ദ ക്രിമിനൽ, ആ ക്രിമിനലിന് കിട്ടിയില്ല എന്നാണെങ്കിൽ ആ മുഖദ്ദം ഹിംസെൽഫ് വാസ് സെന്റൻസ് ടു ഡെത്ത്. അപ്പൊ ആ മുഖദ്ദമിന് തന്നെ എന്താ പറയാ പനിഷ്മെന്റ് കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഒരു തരത്തിൽ നമുക്കൊരു അൺഫെയർ ആയിട്ട് തോന്നാം. പക്ഷെ ഇങ്ങനെ ഒരു പേടിപ്പിക്കുന്നതിലൂടെ തന്നെ പല ആളുകളെയും അങ്ങനെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്യാണ്ടിരിക്കാൻ അല്ലെങ്കിൽ ചെയ്താൽ തന്നെ അതിന് ഈസി ആയിട്ട് ഒരു കറപ്ഷൻ ഇല്ലാണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം മേ ബി ശേഷാ സൂരി അത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരിക്കാം. അതേപോലെ തന്നെ പെസൻസിന് എന്തെങ്കിലും ക്രോപ്പ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ആർമി കാരണം എന്തെങ്കിലും ക്രോപ്പ് ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കോമ്പൻസേഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹി ഓൾസോ മെയ്ഡ് ലങ്കറുകൾ. നമുക്കറിയാം ഇന്ന് ലങ്കറുകൾ ഭയങ്കര ഫേമസ് ആണ് നോർത്ത് ഇന്ത്യയിൽ. അപ്പം അത്തരത്തിലുള്ള ലങ്കറുകൾ, കിച്ചണുകൾ അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദ പുവർ പീപ്പിൾ. അതേപോലെ തന്നെ സ്കോളേഴ്സിനും റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ടെമ്പിൾസിനും ബ്രാഹ്മിൻസിനും ഒക്കെ അദ്ദേഹം ഗ്രാൻഡുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെ എല്ലാ സബ്ജക്ട്സിന്റെയും, അതായത് അദ്ദേഹത്തിന്റെ എല്ലാ ജനങ്ങളുടെയും ഒരു അവരുടെ ഇടയിൽ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേക്ക് അതിനുള്ള ചില മെഷേഴ്സ് നമുക്ക് ശേഷാ സൂരി എടുക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ ദീസ് ആർ ദ മേജർ അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഇൻട്രൊഡ്യൂസ് ബൈ ശേഷാ സൂരി. അപ്പൊ അദ്ദേഹത്തിന്റെ ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് തന്നെയാണ് ബേസിക്കലി അദ്ദേഹത്തിന് മറ്റ് റൂളേഴ്സിൽ നിന്നും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നതും. ലേറ്റർ ടൈംസിൽ അക്ബറൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ റിഫോംസിൽ നിന്നും ഇൻസ്പയർ ആവുകയും അത് പിന്നീട് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈവൻ ടുഡേ വി ആർ കണ്ടിന്യൂയിങ് സം ലെഗസീസ് ഓഫ് ഹിം. ലൈക്ക് നമ്മൾ റുപ്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്നതിന്റെ ഒരു പ്രിക്കേഴ്സർ ആണ് ആക്ച്വലി ശേഷാ സൂരി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു റുപ്യ. സോ these are the important topics about the administration, and I hope everything is clear, and thank you.